ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്യൽ വളരെ കുറവായിരുന്നു. ഷോർട്സിൻ്റെ പുറകെ അങ്ങ് പോയി. കാരണം ഷോർട്സിൻ്റെ വീഡിയോ എടുക്കണ പോലെയും അതേപോലെ എഡിറ്റ് ചെയ്യണ പോലെ അല്ല ലോങ് വീഡിയോ എടുക്കാൻ. അത്യാവശ്യം നല്ല പാടുണ്ട് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്തെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഷോർട്സ് എന്ന് പറയുമ്പോൾ മാക്സിമം 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ ടൈം തീരും. ലോങ് വീഡിയോ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് മാക്സിമം ആഡ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയം വേണം. അങ്ങനെ അത് ഓർത്തിട്ട് മടി പിടിച്ചിട്ടാണ് കേട്ടോ ഈ ലോങ് വീഡിയോ എടുക്കാണ്ടിരിക്കണത്. പക്ഷേ ലോങ് വീഡിയോ ഇട്ടിട്ടാണ് കാര്യമുള്ളൂ. അതുകൊണ്ട് പിന്നെ അതിനകത്തേട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പോലെ രാവിലെ എണീച്ച് കിച്ചണിൽ കയറി അപ്പത്തിനുള്ള അരി അരച്ച് വെച്ചത് അത് പുളിച്ചോന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കലത്തിൽ വെള്ളം വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അത് പിള്ളേർക്ക് വേഗം കുപ്പിയിലേക്ക് അങ്ങോട്ട് ഊറ്റി വെച്ചിട്ട് വേഗം തന്നെ തിളപ്പിക്കാൻ വെക്കാമല്ലോ. കാരണം പിന്നെ കുടിക്കാൻ നോക്കുമ്പോൾ തിളച്ച വെള്ളമൊക്കെയാണ്, വെള്ളം ഇല്ലെങ്കിലൊക്കെ നല്ല പാടാം. അപ്പോൾ ഉള്ള വെള്ളം പിള്ളേർക്ക് എടുത്ത് വെച്ചിട്ട് വേഗം തിളപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. നമുക്ക് ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കോവയ്ക്ക ഫ്രൈ ചെയ്യാനും അതേപോലെ ക്യാരറ്റും ഒലത്തിയതൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഡ്രസ്സും ഒക്കെ കണ്ടിട്ട് വിചാരിക്കരുത്, എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോസിലും ഈ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം കൂടുതലും ഷോർട്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഒറ്റ വീഡിയോ, ഒരു 3-4 വീഡിയോ ഒരു ദിവസത്തെയായിരിക്കും. നമുക്ക് ഷോർട്സിൽ വീഡിയോസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. 3 മിനിറ്റ് വരെയാണ് നമുക്ക് ഷോർട്സിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ തന്നെ 4-5 എണ്ണമൊക്കെ ആക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഡ്രസ്സ് എല്ലാത്തിലും ഡ്രസ്സുള്ളൂ എന്ന് തോന്നുന്നത്. പിന്നെ നമുക്കൊരു ഡ്രസ്സിനോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും നമ്മൾ അത് തന്നെയല്ലായിരിക്കും ഇടാൻ നോക്കുക. പിന്നെ മെയിനായിട്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ട് എനിക്ക് ഈ ഡ്രസ്സിനോട്. ഇട്ട് എന്താണെന്നറിയില്ല, ചില ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്ന ഡ്രസ്സാണ്. അതുകൊണ്ട് കൂടുതലും അത് തന്നെ ഇട്ടിടാൻ നോക്കാറുണ്ട് കേട്ടോ. അതിൻ്റെയാണ്. പിന്നെ ഷോർട്സിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ക്യാരറ്റ് അരിയണതും ഇതൊന്നും ഞാൻ പ്രത്യേകം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. മിക്ക വീഡിയോസിലും ക്യാരറ്റ് എടുത്തതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാലും ഇപ്പോൾ വീഡിയോ എടുക്കണില്ലേ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ളതല്ലേ ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളർത്താൻ നോക്കിയപ്പോഴാണ് ഓയിൽ കഴിഞ്ഞേക്കുമായിരുന്നു കേട്ടോ. കുറേ പേര് എൻ്റെ ഷോർട്സ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഓയിലാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇത് RCM പ്രൊഡക്റ്റ് കേട്ടോ. RCMൽ നിന്ന് നമ്മൾ വാങ്ങിക്കണ റൈസ് ബ്രാൻഡ് ഓയിലാണ്. RCMന് എന്താണെന്ന് അറിയാത്തവർക്കാണെങ്കിൽ അത് പ്രത്യേകിച്ച് എനിക്ക് അതിനെപ്പറ്റി പറയാനൊന്നും അറിയില്ല. അതൊരു സംരംഭമാണ്. നമ്മളതിനകത്ത് ID എടുക്കുകയും ഒക്കെ ചെയ്യണമനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്ട്സൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിനകത്തോട്ട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. പക്ഷേ ഞാൻ ആളുകളെ ആരെയും ഇതുവരെ ഞാൻ ജോയിൻ ചെയ്യിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ പ്രൊഡക്ട്സ് വാങ്ങിക്കും. എനിക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്ട്സാണെന്ന് തോന്നിയുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 1.5-2 വർഷമൊക്കെ ആയി തോന്നുന്നു ഞാൻ RCMൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓയിലൊക്കെ ആയാലും നല്ല ക്വാളിറ്റിയുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയവർ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ വീട്ടിൽ വാങ്ങുന്നേ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ പിന്നെ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ തലയിൽ തേക്കണമല്ലോ. പിള്ളേർ നമ്മുടെയൊക്കെ തലയിൽ തേക്കണം. അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള ഹെയർ ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. നേരത്തെ യൂസ് ചെയ്തിരുന്നു. പിന്നെ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് തന്നെ വന്നു. അങ്ങനെ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഓൾറെഡി എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഫുള്ള് ഈ ഒരു ഓയിൽ തന്നെയാട്ടോ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. ഈ ഒരു കളർ കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഏത് ഓയിലാണെന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും ഈ വീഡിയോയിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേരെ എണിപ്പിച്ചതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിള്ളേരെ എണിപ്പിക്കാൻ പോയ സമയത്ത് കരിഞ്ഞു പോയതാണ് കേട്ടോ. പയർ ഒലത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ഇട്ടത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് പയറൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പയർ ഒലത്താൻ വേണ്ടിയിട്ട് ഉള്ളി ഇട്ടപ്പോഴത്തേക്കും അത് നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റാനൊന്നും ഞാൻ നിന്നില്ല. അതിനകത്തേട്ട് തന്നെ ഇട്ടുകൊടുത്ത് നമ്മൾ പയറൊക്കെ റെഡിയാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ഒലത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നടുക്കുള്ള അടുപ്പിൽ നമ്മൾ കോവയ്ക്ക് ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട്. കോവയ്ക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ ഒലത്തി കൊടുത്തു വിടുമ്പോൾ അങ്ങനെ തന്നെ കളഞ്ഞു അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും ഒക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തു തുടങ്ങി പിന്നെ നന്നായിട്ട് കഴിക്കൂട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഓയിലിൽ ഒരുപാട് ഫ്രൈ ചെയ്ത് കൊടുക്കണം നല്ലതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വെജിറ്റബിൾസ് എങ്ങനെയെങ്കിലും അകത്ത് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ നോക്കുക. ഇനിയിപ്പോൾ ഓയിലാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ മാക്സിമം മിക്കവാറും ഇങ്ങനെ കോവയ്ക്ക് വാങ്ങിച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ 3 അടുപ്പും ഒഴിവായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മൾ അപ്പം ചുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അപ്പം ചുട്ട് കാസറോളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ചൂടൊന്നും അറിയില്ല അവിടെ ഇരുന്നോളും. പിന്നെ ചൂടായാലും പ്രശ്നമൊന്നുമില്ല, ആർക്കും പ്രശ്നമൊന്നുമില്ല. കാസറോളിലൊക്കെ ഇട്ട് വയ്ക്കൽ വളരെ കുറവാണ്. ഇതിപ്പോൾ ഇങ്ങനെ അരച്ചൊക്കെ വെച്ച് നല്ല അപ്പം ചുടുന്നതുകൊണ്ട് മാത്രം അങ്ങനെ കാസറോൾ എടുത്തു എന്ന് മാത്രം. എൻ്റെ അങ്ങനെ വീഡിയോസിലൊക്കെ അതൊക്കെ കാണൽ കുറവായിരിക്കും. ഞാൻ സാധാ പാത്രത്തിലേക്ക് തന്നെയാണ് ചുട്ടിടാറുള്ളൂ. അതായത് ഇത് കുറച്ച് നേരത്തെ ചുട്ടതുകൊണ്ട് കാസറോൾ എടുത്തു എന്ന് മാത്രം.
അങ്ങനെ ചുടലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തെ പിള്ളേരെ എണിച്ച് അവരുടെ പല്ലിയേക്കിനും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ കുളിപ്പിച്ചോളൂ കേട്ടോ പിള്ളേരെ. രാവിലെ ഉമ്മയാണ് കുളിപ്പിക്കുന്നത്. ഞാനിങ്ങനെ അടുക്കളയിൽ തകൃതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം പാച്ചിലും ഒക്കെ ആയതുകൊണ്ട് ഉമ്മ പിള്ളേരെ കുളിപ്പിക്കും. അപ്പോൾ അവരുടെ പല്ലിയപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാനുള്ള അപ്പം നമ്മൾ അതിന് തന്നെ നേരത്തെ ചുട്ട് വെച്ചായിരുന്നു. അത് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അപ്പം ചൂടാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഉമ്മാക്കൊക്കെ പിന്നെ ചൂടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇനിയും തീ കത്തിക്കണം, പിന്നെ ആ പാൻ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം, അത്രയും ഗ്യാസ് പോകും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും പാൻ ഓൾറെഡി ചൂടായിരിക്കുകയാണ്. പിന്നെ ഒരു കൂടി പോയി എനിക്ക് ഉമ്മ കൂടെ 4 ആ 4 കൂടെ അങ്ങോട്ട് ചുറ്റും മാറ്റിയോണ്ട് പിന്നെ ആ പണി കഴിയുമല്ലോ, പിന്നെ അതിനായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഫുള്ള് ചുട്ടിട്ടാണ് പിന്നെ മാറിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് കൊടുത്തു വിടാൻ മാങ്ങാപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ടാണ് അത് സ്നാക്സിന് കൊടുത്തു വിട്ടത്. മിക്കവാറും മാമ്പഴം, അതല്ലെങ്കിൽ ആപ്പിള്, പിന്നെ ചെറിയ ബാറ്റിൻ്റെ ഷേപ്പിലുള്ള സാധനം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് കൊടുക്കും. അതല്ലെങ്കിൽ പഴം നെയ്യിലൊക്കെ വാട്ടി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ബേക്കറി ജങ്ക് ഫുഡ്സൊന്നും സ്നാക്സായിട്ട് സ്കൂളിൽ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്നാക്സ് ഒപ്പിക്കൽ. കാരണം ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങി വെക്കണം, പിന്നെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെയാണ് കൊടുത്തു വിടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലിരുന്ന് തന്നെ എന്ത് കഷ്ടപ്പെട്ടാൽ നമ്മൾ കഴിപ്പിക്കണം എന്നുള്ളതായിട്ട് നമുക്കെല്ലാം അറിയുള്ളൂ. അതിൻ്റെ കൂടുതൽ സ്കൂളിലും കൂടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ നോക്കാറില്ല. എന്തെങ്കിലും ഒരു ഫ്രൂട്ടെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. വയ്ക്കാൻ മീൻസ് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല, നട്ട്സ് കാര്യങ്ങളൊന്നും. കാരണം കേക്കിൻ്റെ പണിയുള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ നട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കൂടെ സൈഡിൽ കുറച്ച് അതും വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ മാമ്പഴം മാത്രമേ വച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഓർത്തത് മീനില്ല എന്നുള്ള കാര്യം. ഐറൂന് പിന്നെ മീൻ ഇല്ലെങ്കിൽ ചോറിനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഒരു മുട്ടയെങ്കിലും കൊടുത്ത് വിടണമല്ലോ. പിന്നെ മീനിൻ്റെ അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും കുറച്ചിങ്ങനെ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാത്രമൊക്കെ ലഞ്ച് പാക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മുട്ട പൊരിക്കണ്ടേന്ന് ഓർത്ത് വേഗം തന്നെ എന്നത്തെയും പോലെ തേങ്ങയൊക്കെ ചിരണ്ടിയാവുമെന്ന് അരയ്ക്കാൻ വേണ്ടി നിന്നില്ല. കാരണം സമയം ലേറ്റ് ആയപ്പോഴാണ് മുട്ട പൊരിക്കണാരി ഓർത്തത്. അപ്പോൾ പിന്നെ വെറുതെ എണ്ണയിൽ മുളകും ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ജസ്റ്റ് സാധാരണ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലും ഈ മുട്ടയിലേക്ക് പച്ചയ്ക്ക് വെറുതെ പച്ചമുളക് ഉള്ളി അരിഞ്ഞിട്ട് പൊരിക്കണ ഒരുപാട് ഞാൻ നേരിട്ടും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ എന്തോ പൊരിക്കാനൊരു തീരെ താല്പര്യമില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അതങ്ങനെ പച്ചയ്ക്ക് കിടക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഞാൻ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അത് മുട്ടയിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മുട്ട പൊരിക്കാറുള്ളൂ. മുളകും ഉള്ളിയും വാട്ടിയത് മുട്ടയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും ഒരേപോലെയൊക്കെ വന്നോളൂല്ലോ. എന്നാലും ഒരേപോലെ വന്നു എന്നല്ല, പിന്നെ നമുക്ക് മാക്സിമം ആക്കി കൊടുക്കാം. പിന്നെ അതല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ മുളകിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കട്ട കൂടി മുളകും ഉള്ളിയും കിടക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. മുട്ട കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റൽ വലിയ പാടല്ലേ. ഇങ്ങനെയാകുമ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പിള്ളേർക്ക് ആയതുകൊണ്ട് എന്തായാലും മുളകൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്ത് വിടുകയുള്ളൂ. എന്നാലും കുറച്ചൊക്കെ ഒരു എരിവ് അവിടെ ഇവിടെയൊക്കെ എത്തണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. ഐശുവിന് മുട്ട വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിച്ച മുട്ട നേരെ പകുതിയാക്കി മമ്മൂനും ഐറൂനും വെച്ച് കൊടുത്തു. ഐശുവിന് കോവയ്ക്ക ഫ്രൈയും അതുപോലെ ക്യാരറ്റ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞനുസരിച്ച് അത് അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പപ്പടം മിക്കവാറും ദിവസങ്ങളിൽ പൊരിക്കും കേട്ടോ. കാരണം പപ്പടമെങ്കിലും കൂട്ടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഐറൂനെ ഓർത്താണ് എനിക്ക് ആ ഒരു വിഷമമുള്ളൂ, ആ ഒരു ടെൻഷനുള്ളൂ കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഐശുവിനെ മമ്മൂനെ സംബന്ധിച്ച് കുറച്ചെങ്കിലും കൂട്ടി, വളരെ കുറച്ച് ചോറാണ് കൊടുത്തു വിടണുള്ളൂ. അപ്പോൾ കുറച്ചെങ്കിലും ചോറ് കഴിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഐറൂനെ സംബന്ധിച്ച് പിന്നെ മീനും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഈ പപ്പടമാണ് ഒരു ആശ്രയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും നിർബന്ധമായിട്ട് അത് പൊരിച്ച് വെക്കണതാണ് കേട്ടോ. പിന്നെ മീൻ മിക്കവാറും ദിവസങ്ങൾ ഒരെണ്ണമെങ്കിലും ആയിട്ട് ഞാൻ അവൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർ പോകുന്നതിന് മുമ്പ് വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വെള്ളം സ്നാക്സ് കാര്യങ്ങൾ അതെല്ലാം ബാഗിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് അത്യാവശ്യം നല്ല കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഏതൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ ഓർക്കണില്ല, ഒരാഴ്ചയായി തോന്നുന്നു ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് ഏതൊക്കെയാണ് കേക്ക്, എത്ര കിലോയാണ്, ഏതൊക്കെ ഫ്ലേവർ എന്നൊന്നും തന്നെ എനിക്കറിയില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. എന്തായാലും വാനില റെഡ് വെൽവെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറകെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ബേക്കായി എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. പിന്നെ ഇത് വൈകിട്ട് എടുത്ത വീഡിയോ കേട്ടോ. കാരണം നമ്മൾ കേക്കൊക്കെ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വൈകുന്നേരമാണ് നമ്മൾ എന്തായാലും ഫ്രോസ്റ്റ് ചെയ്യണുള്ളൂ, അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് എനിക്ക് വീണ്ടും കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കും 2-3 കേക്കിൻ്റെ ഓർഡർ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ഓവനിലും ഇതിനകത്തൊക്കെ ആയിട്ട് വീണ്ടും വെച്ചു. കുറച്ചധികം തന്നെ ഓർഡേഴ്സ് ഉള്ളതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ്, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ഒരു ഓർഡർ പോലും ഇല്ലാണ്ടിരുന്നിട്ട് 4-ാമത്തെ 5-ാമത്തെ ദിവസം വരുമ്പോൾ ഒരു 5 കേക്ക് 6 കേക്ക് ആയിട്ട് ഒരുമിച്ച് വരും കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഐ വിൽ മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം ഓർഡേഴ്സ് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. മാക്സിമം എനിക്ക് തന്നെ ഓർഡേഴ്സ് ഒന്നും ഞാൻ എത്ര എണ്ണം വന്നാലും ക്യാൻസൽ ചെയ്യാറില്ല കേട്ടോ. പരമാവധി ഉറങ്ങാതെ നിന്നാണ് ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. എന്താണ് അത്രയും തിരക്ക് പിടിച്ച് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണ
ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ രാത്രി നിന്ന് ചെയ്താലും അങ്ങനെ ഉറക്കം വരാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡ് ആവാറുണ്ട്, അല്ലാണ്ട് ഉറക്കം വരുമ്പോഴൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ എപ്പോഴും ഒന്നുമില്ലല്ലോ, വല്ലപ്പോഴാണ് അങ്ങനത്തെ ബൾക്ക് ഓർഡേഴ്സൊക്കെ വരലുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും കേട്ടോ. ഇൻഷാല്ലാ മുമ്പോട്ടും അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം വന്ന ഓർഡേഴ്സ് ഒന്നും മാക്സിമം ക്യാൻസൽ ചെയ്യാതെ തന്നെ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കേക്കെല്ലാം ബേക്ക് ചെയ്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള മീനും പൊരിച്ച് പിന്നെ ഞാൻ കറിക്കായിട്ട് കുറച്ച് പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ പരിപ്പ് ചുമ്മാ താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുളക് കുറച്ച് അധികം പോലെ തോന്നിയിട്ട് കുറച്ച് ഞാൻ മാറ്റിയെടുത്തതാണ് കേട്ടോ, ചമ്മന്തിയായിട്ട് കഴിക്കാമല്ലോ. പിന്നെ അങ്ങനത്തെ ആ ചമ്മന്തിക്ക് പിന്നെ പുളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉപ്പിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് രാവിലെ പിള്ളേർക്ക് അങ്ങനെ ചാറേറ് കൊടുത്തു വിടൽ വളരെ കുറവാട്ടോ. വളരെ കുറവെന്നല്ല, കൊടുത്ത് വിടാറേ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ ചാറേറിയൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെ പരിപ്പൊക്കെ തളിച്ചു, മീനൊക്കെ പൊരിച്ചെടുത്തു. പിന്നെയാണ് ഞാൻ ഓർത്തത് തലേന്ന് ഉണ്ടാക്കി വെച്ച അച്ചാറിന് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു. അതായത് വെള്ളം തീരെ കുറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നി. വെള്ളം കുറഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കണ മാതിരി എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ തന്നെ ഭയങ്കര എന്തോ ഡ്രൈ ആയിട്ടിരിക്കണ പോലെ തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം തിളപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചായിരുന്നു, വേറെ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു, എന്നാലും കൂടിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അച്ചാർ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യത്തെ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും അച്ചാർ കളയണം എന്നാണ് വിചാരിച്ചത്. കാരണം അങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് എടുത്ത് കഴിക്കാനേ തോന്നുന്നുണ്ടായില്ല കേട്ടോ. പിന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. അത് ഞാൻ വിചാരിച്ച തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് ഇനി മാങ്ങ കുഴഞ്ഞു പോവോ, മാങ്ങ ഇങ്ങനെ വെന്ത പോലെ ആയി പോയിട്ട് പിന്നെ അതും കൊളാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്ത് നോക്കി, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അച്ചാർ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചാറൊക്കെ റെഡിയാക്കിയിട്ട് വീണ്ടും ആ കുപ്പിയിലേക്ക് തന്നെ എടുത്ത് വെച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഉള്ള പണിയാണ് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ റെഡിയാക്കി ആ പാത്രത്തിലിട്ടിട്ട് ചോറിട്ട് തിന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതല്ലാതെ അങ്ങനെ കഴുകി കളയുമ്പോൾ എന്തോ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ചീഞ്ചട്ടിലേക്ക് ഞാൻ ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ക്ലീനിങ്ങിനൊക്കെ നിന്നത്. അതൊന്നും പ്രത്യേകം വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. സാധാരണ ഇത്രയും ഒരുപാട് ലേറ്റൊന്നും ആയില്ലെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞിട്ടാട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറുള്ളൂ. നല്ല ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് തന്നെ എനിക്ക് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കുളിക്കാൻ ഇറങ്ങുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് സമയമൊന്നും ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് ചോറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ഉച്ചയ്ക്ക് മീനൊക്കെ പൊരിച്ച സമയത്ത് അതിന് നടുക്ക് കുക്കറിൽ കിഴങ്ങ് വെച്ചായിരുന്നല്ലോ. അത് നമ്മൾ വൈകിട്ടത്തേക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിള്ളേർ വരുമ്പോഴത്തേക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല പണിയല്ലോ. അപ്പോൾ കിഴങ്ങൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് കിഴങ്ങും അതുപോലെ ബീഫൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ പകൽ ബേക്ക് ചെയ്ത കേക്കുകളെല്ലാം ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണതാണ് കേട്ടോ. അങ്ങനെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണിത്. ഇത് കഴിഞ്ഞൊരു 3 കേക്കും കൂടെ ഫ്രോസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇത്രയും ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിലുള്ള എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.